റോമാലേഖനം വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. റോമാലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുവിൻ. മതി. ഒരു നിമിഷം എടുക്കാൻ കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി സ്തോത്രം. ഇവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തിൽ ഇന്ന് രാത്രിയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകിയാൽ സ്തോത്രം. കർത്താവേ, ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർ ഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വീട് മുറ്റത്തിരുന്ന് ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നെങ്കിൽ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടണം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ഞങ്ങൾ ശാസിക്കുന്നു. വലിയ ദൈവശക്തിയുടെ വ്യാപരിപ്പാൻ പോകിയാൽ സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ തുണ്ടുവാൻ പോകിയാൽ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കണ്ടാൽ നമിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഈ രാത്രി എൻ്റെ പ്രഭാഷണം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. ഞാൻ സാധാരണയായി ഒരു കാര്യം പറയാറുണ്ട്. വീട്ടുകാരോടൊരു കാര്യം പറയണമെങ്കിൽ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. മൈക്ക് വെച്ച് കിട്ടേണ്ട കാര്യമില്ല. മൈക്ക് വെച്ച് കിട്ടുന്നെങ്കിൽ, വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ലോകം മുഴുവൻ വാർത്തയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഏഷ്യ മുഴുവൻ വാർത്തയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ അങ്കമാലിയിൽ ഒരു പാവി മാനസാന്തരപ്പെട്ടാൽ അത് സ്വർഗത്തിൽ വാർത്തയാണ്. ഈ കൺവെൻഷൻ ഒരുപക്ഷെ ചിലടത്തൊക്കെ വാർത്തയായി കാണും, ഒരുപക്ഷെ എങ്ങും വാർത്തയായി കാണില്ലായിരിക്കാം. എന്നാൽ ഈ കൺവെൻഷൻ തീരും മുമ്പ് ഇത് സ്വർഗത്തിൽ വാർത്തയാകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർക്ക് കൈ ഉയർത്തി സ്തോത്രം. സ്വന്തം പേര് കൈകൊണ്ട് എഴുതാൻ അറിയാത്ത വ്യക്തിയാണെങ്കിലും അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഒരു പാവി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ അത് വാർത്തയാണ്. വളരെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. നാം വായിച്ചത് ഇങ്ങനെയാണ്: രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ ഈ ലോക ജീവിതം രാത്രി സമാനമായി കഴിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ദൈവമക്കൾ. അവരുടെ രാത്രി മാറി അവർക്കൊരു പകല് വരാൻ പോകുകയാണ്. ഈ ലോക ജീവിതം പകലിന് തുല്യമായി അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ലോക മനുഷ്യർ. അവരുടെ പകല് മാറി ഭീകരമായ ഒരു രാത്രിയിലേക്ക് അവർ പ്രവേശിപ്പാൻ പോകുകയാണ്. തെളിവ് യോഹന്നാന്റെ സുവിശേഷം 9:4 നമ്മുടെ കർത്താവ് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. പകലുള്ളിടത്തോളവും അയച്ചവന്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകും. യെശയ്യാവ് 60:1 എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, എന്നാൽ നിന്റെ മേൽ യഹോവ ഉദിക്കും. യെശയ്യാ 21:11-12 വാക്യങ്ങൾ. കവൽക്കാരാ, രാത്രി എന്താ എന്ന് സേരിൽ നിന്നൊരു വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരന്റെ മറുപടി, പ്രഭാതവും പ്രദോഷവും വരുന്നു, രാത്രിയും പകലും ഒന്നിച്ചു വരുന്നു. അതങ്ങനെയാണ് രാത്രിയും പകലും ഒന്നിച്ചു വരുന്നത്. ഇതാ, നമ്മളിപ്പോൾ പകല് കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും പകലിലേക്ക് കൺതുറക്കുകയാണ്. ഈ ഭൂഗോളത്തിൻ്റെ 2 വശത്ത് പാർക്കുന്നവർക്ക് ഒരേ ദിവസം പകലും രാത്രിയുമായി മാറുന്ന പോലെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ ലോക ജീവിതം പകലിന് തുല്യമായി കഴിക്കുന്നവന്റെ പകല് മാറി അവന് ഭീകരമായൊരു രാത്രി വരാൻ പോകുകയാണ്. എന്നാൽ ഈ ലോക ജീവിതം രാത്രിക്ക് തുല്യമായി കഴിക്കുന്ന ദൈവമക്കളുടെ രാത്രി മാറി ഒരു പകല് വരാൻ പോകുകയാണ്. സ്നേഹിതരെ, ഇവിടുത്തെ പകലിന്റെ ദൈർഘ്യം 12 മണിക്കൂർ, ഇവിടുത്തെ രാത്രിയുടെ ദൈർഘ്യം 12 മണിക്കൂർ. എന്നാൽ വരാൻ പോകുന്ന രാത്രി 12 മണിക്കൂർ അല്ല, വരാൻ പോകുന്ന പകലും 12 മണിക്കൂർ അല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ ഇനി മാഞ്ഞു പോകുകയില്ല. യുഗകാലങ്ങൾ വെളിച്ചത്തിൽ വസിക്കാൻ പോകുകയാണ് നമ്മൾ.
ഒരു കൂട്ടർ യുഗകാലങ്ങൾ അന്ധകാരത്തിൽ വസിക്കാൻ പോകുകയാണ്. കൊലോസി ലേഖനം പറഞ്ഞു, നമ്മെ വെളിച്ചത്തിന് അവകാശികളാക്കി ദൈവം മാറ്റി. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആ തന്റെ ഇടമുള്ള ദൈവമക്കളെ കൈയൊന്നടിച്ച് വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് എല്ലാ അധരങ്ങളും ഒന്ന് കരങ്ങളടിച്ച് വായം തുറന്ന് ശക്തിയോടെ അന്ധകാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു. സുവിശേഷ യോഗം അന്ധകാരപ്രഭുവിന്റെ കയ്യിൽ നിന്ന് ജനത്തെ വലിച്ചെടുക്കുന്ന യോഗമാണ്. മാന്യസ്നേഹിതരെ ശ്രദ്ധിക്കണം. എന്റെ ആഗ്രഹം ഈ നാട്ടിൽ ചിലരെങ്കിലും സത്യം അറിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ശാന്തവും ശക്തമായി പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഈ രാത്രി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ലോകം ഭീകരമായ ഒരു രാത്രിയിലേക്ക് കുപ്പുകുത്താൻ പോകുകയാണ്. സ്വാഭാവികമായി ഒരു നല്ല കാര്യം വരുമെന്ന്, നല്ല കാലം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്നും സൂര്യൻ കിഴക്കുതിക്കും, എന്നും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും. നാളെ നീളെ ലോകം ഇങ്ങനെ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഭീകരമായ ഒരു രാത്രിയിലേക്ക് ലോകം മൂക്കുകുത്തുവാൻ പോകുകയാണ്. ഒരു രാത്രിക്കും പകലിനും ഇടയിലുള്ള സന്ധ്യാകാലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. രാത്രിയുടെ വാങ്ങലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതിന്റെ വാങ്ങലുകൾ ഇത്ര ഭീകരമാണെങ്കിൽ രാത്രി എത്രയോ ഭീകരമായിരിക്കും. ഞങ്ങൾ ഈ സുവിശേഷയോടെ സംഘടിപ്പിച്ചത് വരാൻ പോകുന്ന ഭീകര രാത്രിയിൽ നിന്ന് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവമക്കളെ കൈയൊന്നുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഒരു കാര്യം എന്റെ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് കയറട്ടെ. അതായത് കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയെഴുന്നല്ല ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വർത്തമാനപത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു. ഇല്ല, രാവിലെ നടക്കുന്നത് വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ പറഞ്ഞെന്ന് വരാം. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പത്രത്തിന് കഴിയില്ല, ടിവിക്ക് കഴിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് നമ്മോട് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതത്ര വിശുദ്ധ വേദ പുസ്തകം. ഓരോ ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. സഹോദരങ്ങളെ, ഈ ബൈബിളിൽ 2/3 ഭാഗം പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാനുള്ളത്. വേദപുസ്തകത്തിലെ ആകെ പ്രവചനങ്ങളിൽ പകുതി പ്രവചനങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞു. നിവർത്തിയായ പ്രവചനങ്ങൾ, ഇനിയുള്ള പ്രവചനങ്ങൾ നിവർത്തിയാകും എന്നതിന്റെ ഉറപ്പാണ്. ഈ ഗ്രൗണ്ടിൽ വന്ന കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയ ഒരു ദൈവമുണ്ടെങ്കിൽ വരും ദിനങ്ങളിലും അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളും. എന്താണ് രാത്രിയുടെ പ്രത്യേകത? ശ്രദ്ധിക്കുക. ഭീകരമായ ഒരു രാത്രി മാനവ സമൂഹം അഭിമുഖീകരിക്കാൻ പോകുകയാണ്. രാത്രി വരാൻ പോകുക. രാത്രി വരും മുമ്പ് പകലുള്ളത്തോളം അയച്ചവന്റെ വില ചെയ്യുക. വരാൻ പോകുന്ന രാത്രിയുടെ 20ഓളം പ്രത്യേകതകൾ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുന്നമേ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവ ഈ പ്രധാനപ്പെട്ടവ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. രാത്രി വരുന്നെങ്കിൽ പകലും വരാൻ പോകുകയാണ്. പ്രത്യാശ ഉണ്ടോ? ശക്തിയുടെ സ്തോത്രം പറയാം. എന്തൊക്കെയാണ് രാത്രിയുടെ പ്രത്യേകത? സമയം വളരെ ചുരുക്കമാണ്, വേഗത്തിൽ പറയണം, വേഗത്തിൽ വായിക്കാം. 104-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കും. 104-ാം സങ്കീർത്തനം 20-21 വാക്യം. രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത. ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. അടുത്തത്, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. അടുത്തത്, സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു. മതി. അപ്പൊ രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, നിങ്ങളെല്ലാം വാക്യം കണ്ടെങ്കിൽ കുറിച്ചെങ്കിൽ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണം. രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, നീ ഇരുട്ട് വിരുത്തുന്നു, അപ്പോൾ രാത്രി ഉണ്ടാകുന്നു. അടുത്ത എന്താ എഴുതിയേക്കുന്ന? കാട്ടുമൃഗങ്ങളൊക്കെയും പറയുന്നേ, കാട്ടുമൃഗങ്ങളൊക്കെയും. അപ്പൊ രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങും. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾ ഈ നാട്ടിൽ വരുമെന്നല്ല, അതും ഇപ്പം വരാൻ തുടങ്ങി, കാട്ടിലെല്ലാം ഇറങ്ങുക. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നാന്ന് പറയാം. 12-ാം സങ്കീർത്തനം 7-ാം വാക്യം, മനുഷ്യപുത്രന്മാരുടെ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. 49-ാം സങ്കീർത്തനം 20-ാം വാക്യം, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ
വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് തുല്യൻ. ഇനിയും ശ്രദ്ധിക്കേ, രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യൻ മൃഗമായി മാറും. പക്ഷേ ഇപ്പം മൃഗത്തെയൊക്കെ കഷ്ടമായി. നിങ്ങൾ TV തുറന്നാൽ ഉടനെ എന്താ കാണുന്നേ? മൃഗീയത, മൃഗീയത, മൃഗീയത. പൈശാചികത എന്നതിനേക്കാൾ മൃഗീയത. പക്ഷെ മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗം പോലെ ലജ്ജിക്കും. അത്ര വൃത്തികേടുകളാണ് മനുഷ്യൻ കാണിക്കുന്നത്. എന്താ ഇനി മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്താ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒന്നാമത്തെ വ്യത്യാസം, മനുഷ്യന് നഗ്നതാബോധമുണ്ട്, മൃഗങ്ങൾക്ക് നഗ്നതാബോധമില്ല. മനുഷ്യന് ആരാധനാ ചിന്തയുണ്ട്, മൃഗത്തിന് ആരാധനാ ചിന്തയില്ല. മനുഷ്യന് ധാർമ്മികതയുണ്ട്, മൃഗത്തിന് ധാർമ്മികതയില്ല. മനുഷ്യന് മനസാക്ഷിയുണ്ട്, മനസാക്ഷിക്കുത്തുണ്ട്, മൃഗത്തിന് മനസാക്ഷിയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. മനുഷ്യന് ധാർമ്മികതയുണ്ട്, മൃഗത്തിന് ധാർമ്മികതയില്ല. മനുഷ്യന് നഗ്നതാബോധമുണ്ട്, മൃഗത്തിന് അതില്ല. മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പരിണാമ സിദ്ധാന്ത പ്രകാരം പരിണമിച്ച് 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 മനുഷ്യൻ ഈ പരുവത്തിലായി. നമ്മുടെ കുഞ്ഞുങ്ങളൊത്തിരി ഇവിടെ ഇരിപ്പുണ്ട്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദാമിനെ മണ്ണിൽ നിന്നുണ്ടാക്കി, പിന്നെ ആദാമിന്റെ വാരിയിൽ നിന്ന് ഹവ്വായി ഉണ്ടാക്കി എന്ന് എഴുതി വെച്ചാൽ മക്കളെ മാർക്ക് കിട്ടുമോ? ഇത് നിങ്ങളൊന്നും പറയുന്നില്ല, പറ. ഇല്ല, ഉറക്കം പറയണം. പിന്നെന്താ എഴുതി വെക്കണ്ടേ? പരിണമിച്ച് കൊരങ്ങച്ചനിൽ നിന്ന്. ഞാനും തമാശ പറയാ. അപ്പം പരിണാമ സിദ്ധാന്തം പറയുന്നത് കൊരങ്ങച്ചനിൽ നിന്നാ കുരിയച്ചൻ ഉണ്ടായെന്ന്. ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞപ്പം 2 പിള്ളേർ തമ്മിൽ പറഞ്ഞു നിന്റെ അപ്പം കൊരങ്ങനായിരിക്കും, എൻ്റെ അപ്പം കൊരങ്ങനല്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, പരിണാമപരമായി പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. കൊരങ്ങനിൽ നിന്നാണ് കുരിയച്ചൻ. ഞാൻ തമാശ പറയട്ടോ, ഉണ്ടായി മനുഷ്യനുണ്ടായെങ്കിലേ. വർഷം ഇത്രയായിട്ട് ഇവിടുത്തെ കൊരങ്ങന്മാരെല്ലാം തുണി ഉടുക്കുന്ന കാര്യം എന്താ തീരുമാനമാകാത്തത്? അവർ പാർത്താസ് തുടങ്ങിയില്ലല്ലോ, ഒരു അയ്യപ്പാസ് തുടങ്ങിയില്ലല്ലോ, ഒരു ജയലക്ഷ്മി തുടങ്ങിയില്ലല്ലോ, ഒരു തുണിക്കട തുടങ്ങിയില്ലല്ലോ. തുണി ഉടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് വിശ്വാസമില്ല. ഒരു തയ്യക്കട തുടങ്ങിയില്ല. എന്തിനാ? മെഡിക്കൽ കോളേജ് തുടങ്ങിയോ? ഹോസ്പിറ്റൽ തുടങ്ങിയോ? സ്കൂള് തുടങ്ങിയോ? ഒന്നും തുടങ്ങിയില്ല. അവരൊന്നുമില്ല. അപ്പോഴത്തെ അവസ്ഥ നിൽക്കുക. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഈ എറണാകുളത്തെ ബിൽഡിങ് കണ്ടിട്ട് അതിശയിച്ചു. ഏതെങ്കിലും ഒരു കെട്ടിടം പണിതോ സാറേ? കൊരങ്ങച്ചന്മാരെല്ലാം അവിടെ ചേർന്ന് ഇല്ല. കാരണം എന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം തന്റെ സ്വാദൃശ്യനും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ചു. അടുത്ത പദം, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. മനുഷ്യ, നീ ചെയ്യുന്നതൊക്കെ സാധിക്കാൻ കാരണം തമ്പുരാന്റെ കരവിരുതാപി. ഒന്ന് കൈയാട്ടി സ്തോത്ര ശക്തിയോടെ പറ, കേൾക്കട്ടെ സുവിശേഷം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നഗ്നതാബോധമില്ല. രണ്ടാമത്തെ കാര്യം ധാർമ്മികതയില്ല. മൃഗങ്ങൾക്ക്, കൊരങ്ങൻ എന്നല്ല, ഏത് മൃഗത്തിനും ഇണചേരാൻ ഏതെങ്കിലും ഒരു മൃഗം മതി. അത് പ്രായം കൂടിയതോ പ്രശ്നമൊന്നുമല്ല. അവരുടെ കല്യാണോറപ്പില്ല, കല്യാണം കഴിപ്പീരില്ല, പ്രസവത്തിന് വിളിയില്ല. ഉണ്ടോ? ഇത്രയും കാലമായിട്ട് ഉണ്ടോ സഹോദര? ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു കൊരങ്ങച്ചൻ മറ്റൊരു കൊരങ്ങച്ചനെ വിളിച്ച്, എടാ അളിയ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഒരിടം വരെ പോകണം, എൻ്റെ മോനൊരു പെണ്ണ് കാണാനാന്ന് പറയുമോ? ഇല്ല, പെണ്ണ് കാണലില്ല. അതിന് ഏതേലും മതി. നഗ്നതാബോധമില്ല, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ധാർമ്മികതയില്ല. ഏതെങ്കിലും കൊരങ്ങൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം, ആനയോ കടുവയോ സിംഹോ, ഇന്ന് വെള്ളിയാഴ്ചയാ പള്ളി പോകണമെന്ന് പറയുമോ? ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമെന്ന് പറയുമോ? അമ്പലത്തിൽ പോകണമെന്ന് പറയും? ഇല്ല, ഇത്രയും കാലമായിട്ടും ഇല്ല. ഒരു അമ്പലം പണിതില്ല, ഒരു പള്ളി പണിതില്ല, ഒരു മോസ്ക് പണിതില്ല. അതിന് ആരാധന ചിന്തയില്ല. ഏതെങ്കിലും മൃഗം ശവോടക്ക് നടത്തുന്നുണ്ടോ? 3 കുർബാന നടത്തുന്നുണ്ടോ? 40 അടിയന്തരം ഉണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. അതുപോലെ മനസാക്ഷി, ഇതൊക്കെയാൻ വരാം. പക്ഷെ വേദപുസ്തകം പറഞ്ഞു, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താ? കുറച്ചങ്ങോട്ട് പടിഞ്ഞാട്ട് പോയ കടല, വിദേശത്തു നിന്നൊക്കെ വന്ന് അമ്മയുടെ ഉദരത്തിൽ നുരുമായ പടിഞ്ഞൻ കിടക്കുക, അല്പാൽപ വസ്ത്രം ധരിച്ച് കിടക്കുക. അതൊക്കെ അങ്ങ് പോയിട്ട് ഈ സോഷ്യൽ മീഡിയ ഒന്ന് തുറക്കാൻ വയ്യ. മനസ്സിലായോ? നഗ്നതാബോധം എന്ന് പറഞ്ഞില്ല. ഇനി കമ്പ്യൂട്ടർ മുതൽ മുട്ടുസൂചിയുടെ വരെ പരസ്യത്തിന് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് മൂവി ക്യാമറയിൽ നിൽക്കാൻ ഇന്നത്തെ സിനിമാ നടീനടന്മാർക്ക് ഒരു നാണവും ഇല്ല. ഈയിടെ
ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ടയറിന്റെ പരസ്യം, ടയറിന്റെ പരസ്യത്തിൽ ഒരു പെണ്ണ് ഇത്രയും തുണി എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അനങ്ങുന്നില്ലല്ലോടാ. ഈ സെലിബ്രിറ്റികൾ സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾ തൊടുത്തല്ലേ അഡാളക്സ് അല്ലേ, അഡലക്സ്, ഈ സെലിബ്രിറ്റികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമാ നടന്മാര് സ്റ്റേജിൽ വരുന്ന വെച്ചാ ടൈയും കോട്ടും ഒക്കെ കെട്ടി അല്ലേ ഇങ്ങനെ കയറി വരുന്നത്. അതേസമയം സിനിമാ നടിമാര് വരുന്നത് അപ്പൊ ഹൗവയെ പറ്റിച്ച പിശാച് ഇന്നത്തെ തലമുറയെ പറ്റിച്ചോണ്ടിരിക്കുക. ഈ ഗദരദേശത്തെ ഭൂതരസ്ഥന് സുബോധം വന്നപ്പോൾ അയാൾ ആദ്യം അന്വേഷിച്ചത് എന്താ? വസ്ത്രമാ. അപ്പം വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ഒരു തരം ലഗ്യോൻ ബാധയാ. ഇവിടുത്തെ സിനിമാ നടീനടന്മാർക്ക്, ക്യാബറ നർത്തകർക്ക്, മോഡലുകൾക്ക് ലഗ്യോൻ കയറിയിരിക്കുക. ലഗ്യോൻ ഫാഷന്റെ പേര് പറഞ്ഞു കുഞ്ഞെ നീ അത് ഒപ്പിയെടുക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നഗ്നതാബോധമില്ല ഇന്നത്തെ തലമുറയ്ക്ക്. 2, ആരാധനാ ചിന്തയില്ല. അതിനേക്കാളൊക്കെ വലിയൊരു കാര്യമുണ്ട്, മനസാക്ഷി. മനസാക്ഷിയുണ്ട് മനുഷ്യന്. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ, ദുഃഖിപ്പിച്ചാൽ അവന്റെ മനസ്സ് വേദനിക്കും. ഒന്നും വേണ്ട, ഒരു വാക്കുകൊണ്ട് അടിക്കണ്ട, ഇടിക്കണ്ട, കൊല്ലണ്ട, കുത്തണ്ട. മനസാക്ഷിയുള്ളവന് അല്ലേ, ശരിയല്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ മതി, മനസ്സിന് ഭാരമായി. അയ്യോ എന്റെ സ്നേഹിതനും ഭാരമായി. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് മക്കളെ ഒന്ന് 2 അടിച്ചു, അടിച്ചിട്ട് കൂടിപ്പോയി, കുഞ്ഞ് കരയുന്ന കണ്ട ഉടനെ ദുഃഖമാ അല്ലേ? അതാ മനസാക്ഷി കുത്ത്. എന്നാൽ മനസാക്ഷി പോയവൻ എന്നാ ചെയ്യുന്നത്? ആനയ്ക്ക് മതം ഇളകിയാൽ അവൻ അതുവരെ തീറ്റ കൊടുത്ത പാപ്പാനെ കാലിൽ വാരി തലത്തടിക്കും. തലച്ചോറ് പൊട്ടി, തലയോട് പൊട്ടി, തലച്ചോറ് ചിന്നിച്ചിതറി കിടക്കുന്ന പാപ്പാൻ അവിടെ കിടക്കുമ്പോഴും അവൻ പനം തട്ട തിന്നും. അവന് മനസാക്ഷിയില്ല. ഈ രാത്രി നാട്ടുകാരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, എന്താണിപ്പോൾ നമ്മൾ കാണുന്നത്? എന്താ ടി വിയിൽ കാണുന്നത്? എന്താ നാട്ടിൽ കാണുന്നത്? 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നും കൊല്ലാതെയും മാംസദാഗം തീർക്കുന്ന നര അധമന്മാരുടെ കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. വയോവിധ്യനായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു കാള ഒരു പശുവിന്റെ അടുക്കേ പോകൂ, കാളക്കിടാവിനെ ഉപയോഗിക്കില്ല. എന്നാൽ 1.5 വയസ്സുള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെയൊക്കും? അപ്പന്മാരെന്ന് പറഞ്ഞ മനുഷ്യമൃഗങ്ങൾ, ചിലര് ആങ്ങളമാര്, അമ്മാച്ചന്മാര് എന്നാ ചെയ്യുന്നത്? നമ്മൾ ടി വി തുറന്നാൽ നമ്മൾ കാണുന്നത്, ഈ ആനിമൽ പ്ലാനറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കൊച്ചുമൃഗം, ഒരു കുഞ്ഞുമൃഗം, അല്ലെങ്കിൽ ഒരു മ്ലാവോ ആടോ മുയലോ, അതിന് ചുറ്റും കുറെ ഹിംസജന്തുക്കൾ ഒന്നിച്ചു ചേർന്ന് പിച്ചി ചീന്തി എല്ലും മുട്ടുമായി ഇടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇത് മനുഷ്യലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പോട്ടെ, എന്ത് ക്രൂരതകളാണ് കാണിക്കുന്നത്. ഒരുത്തൻ ഭാര്യയെ കൊല്ലുന്നു, എന്നിട്ട് അവൻ ബാത്റൂമിൽ ഇട്ടിട്ട് ഇഞ്ചിഞ്ചായി കഷ്ടം കഷ്ടമായി മുറുക്കുന്നു. എന്നിട്ട് അവിടെ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ വേണ്ട എല്ലാം ഉരിഞ്ഞു മാറ്റുന്നു. ആർക്കൊക്കും ഇത്? എന്നിട്ട് എല്ലിടിച്ച് ചതയ്ക്കുന്നു, മാംസം കുക്കറിൽ വെച്ച് വേവിക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് കോളേജ് പഠിക്കാൻ പോയ പിള്ളേര് അവന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരോട് എന്താ കാണിച്ചത്? അയ്യോ മനസാക്ഷി. അതല്ലേ പറഞ്ഞ മൃഗീയത. ടി വിക്കാരെല്ലാം പറയാൻ മൃഗീയത. എറണാകുളത്ത് നിന്ന് ഒരു പെങ്കൊച്ച് ഷൊർണൂരിലേക്ക് ട്രെയിനിൽ കയറുന്നു. നാളെ അവളെ കാണാൻ ഒരു കല്യാണത്തിനൊരു ചെറുക്കൻ വരുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ അവൾ കയറിയതാണ്. പക്ഷേ ഒരു മനുഷ്യമൃഗം ചാടിക്കേറുന്നു. വഴിക്ക് വെച്ച് ഈ പെങ്കുച്ചിനെ ഈ മനുഷ്യമൃഗം പുറത്തേക്ക് തള്ളുന്നു. കൂടെ അവനൂടെ ചാടുന്നു. എന്നിട്ട് താഴെ വീണ് കിടന്ന പെൺകുട്ടിയെ തല റെയിൽവേ ട്രാക്കിൽ ഇടിക്കുന്നു. തലയോട് പൊട്ടി തലച്ചോറ് ചിന്നിച്ചേർന്ന ആ പെങ്കുച്ചിന്മേൽ അവനവന്റെ മാംസദാഗം തീർക്കുന്നു. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൃഗീയതയാണ്, പൈശാചികതയാണ്. മനുഷ്യൻ മൃഗസമാനനായി മാറിക്കണ്ണു. ഭീകരതകൾ വർദ്ധിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, നിയമം എത്ര പെരുകിയാലും, എന്തെല്ലാം കർശന നിയമം കൊണ്ടുവന്നാലും മൃഗീയത വർദ്ധിക്കാൻ പോകുകയാണ്. ഇത് കുറയില്ല. പക്ഷെ നിങ്ങൾ വാക്യം വായിച്ചു കേട്ടോ, ഹല്ലേലൂയ, സൂര്യൻ ഉദിക്കാതെ മടങ്ങില്ല. ഈ രാത്രി ഞങ്ങൾ നാട്ടുകാരോട് പറയാം, നീതി സൗര്യനായ നമ്മുടെ കർത്താവ് മടങ്ങി വരാവ്. മനുഷ്യന്റെ മൃഗീയത അവസാനിക്കില്ല. ഒന്നുകൂടെ കരം അടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. മനസ്സിലായോ? ഒന്നാമത്തെ പ്രത്യേകത, മൃഗീയത വർദ്ധിക്കുന്നു. മനുഷ്യൻ മൃഗസമാനനായി മാറുന്നു. രണ്ടാമത്തെ പ്രത്യേകത വായിച്ചോ പാസ്റ്റർ, ആരാ വായിക്കുന്നത്? നമുക്ക് നേരമില്ലാതെ കൊണ്ട് വേഗത്തിൽ പറഞ്ഞു വിടാം. 91 സങ്കീർത്തനം 5-ാം വാക്യം വായിക്കാം. 91 സങ്കീർത്തനം 5-ാം വാക്യം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും
ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പൊ രാത്രിയിൽ ഭയം. ശ്രദ്ധിച്ചോണം, ഞാൻ ഈ വേദപുസ്തകം എടുത്ത് പറയാ. ഒന്നാമത് പറഞ്ഞു രാത്രിയിൽ മൃഗങ്ങൾ സഞ്ചരിക്കും. രണ്ടാമത് പറയുന്നു രാത്രിയിൽ ഭയമുണ്ട്. രാത്രി ഭയത്തിൻ്റെതാണ്. ഭയത്തിൻ്റെതാണ്. നിങ്ങൾക്കറിയാമോ, ലോകം മുഴുവൻ ഭയത്തിലാണ്. മധ്യപൂർവ്വ ഏഷ്യ യുദ്ധഭീതിയിലാണ്. അതുകൂടാതെ ലോകം മുഴുവൻ ഭയപ്പെടുന്ന ഏത് നിമിഷവും ഭൂമി കുലുങ്ങാം. ഏത് നിമിഷവും ഭൂമി കുലുങ്ങാം. ഭൂമി കുലുങ്ങാൻ എല്ലാം തീർന്നു. ഈ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, കിഴക്കനേറിയ സഖ്യപർവ്വം വരെ, ഞാൻ ഈ കേരളം 4 പതിറ്റാണ്ടായി, ദേവദാസൻ 40 വർഷമായി അരിച്ചു പെറുക്കി യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ പോകാത്ത ഇടവില്ല. ഈ റോഡുകളിലൊക്കെ ഇവിടൊക്കെ എവിടെയോ എത്രയോ വർഷം മുമ്പ് മുതൽ അവരൊക്കെ പ്രസംഗിക്കാൻ വന്നതാണ്. പടിഞ്ഞാറ് സൈഡ് സഖ്യപർവ്വം നിരയാണ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഭൂമി കുലുക്കം ഉണ്ടാകാം. ഈ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ കിഴക്കൻ സൈഡ്, പടിഞ്ഞാറ് സൈഡ് അറബിക്കടലാണ്. കൊടുങ്കാറ്റുകൾ വീശാം. പിന്നെ അത് മാത്രമല്ല, സുനാമി എന്ന രാക്ഷസ തിരമാലയുണ്ടാകാം. പക്ഷെ ദൈവകൃപയാൽ ഇതൊക്കെ ഇവിടെ പിടിച്ചുകൊണ്ട് നിർത്തപ്പെടുക. അതിന് കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന ദൈവമക്കളോട് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് സ്തോത്രം ശക്തിയോട് പറഞ്ഞില്ല. വേദവസ്തു ഒരു വാക്യം ഞാൻ നിങ്ങളെ എല്ലാം വായിക്കാൻ നേരമില്ല. വൈകുള്ള ഒരു വാക്യമുണ്ട്. 24:17 എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ. യശയ്യാപ്രവചനം 24:17. ഭൂവാസിയെ, പേടിയും ഖനിയും കുഴിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ ഖനിയിൽ അകപ്പെടും. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ആ ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപട പൊട്ടും, ഭൂമി കിറുകിറും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. അതിന് കാരണം അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, മനുഷ്യന്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുന്നു. ആണും കല്യാണം അനുവദിച്ചു, പെണ്ണും കല്യാണം അനുവദിച്ചു. ഇന്നത്തെ കോടതി വിധി വന്നത് ഇതുവരെ മുതിർന്നവർക്ക് 6 കൂടെ വേണമെങ്കിലും പൊറുക്കാവുന്ന, അങ്ങനെ സഭ്യമായ ഭാഷയും പറയും. ഇന്നത്തെ കോടതി വിധി 18 താഴെയുള്ളവനും ഇഷ്ടമുള്ളവർക്ക് അറിയാം. കണ്ടോ എന്തൊരു ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നത്, എന്തൊരു പാപം വർദ്ധിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഡിക്ടർ സ്കെയിലിൽ 5.7 4.7 രേഖപ്പെടുന്ന ഒരു ഭൂമി കുലുക്കമുണ്ടായാൽ പിന്നെ അങ്കമാലി കാണില്ല, എറണാകുളം കാണില്ല, കൊച്ചി കാണില്ല, തിരുവനന്തപുരം കാണില്ല. മനുഷ്യ കേൾക്കുന്നുണ്ടോ? നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് 5 ദിവസം വേണ്ട, 5 മണിക്കൂർ വേണ്ട, 5 മിനിറ്റ് വേണ്ട, 5 സെക്കൻഡ് മതി. നിരാത്യങ്ങൾ വിളിച്ചു പറയാ, ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കരുണയാലാണ്. ഒന്നുകൂടെ കൈയടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. എന്തോ കണ്ടോണ്ടാ പുകഴുന്നേ, പ്രശംസിക്കുന്നേ. തമ്പുരാനെന്ന് കുലുക്കിയാൽ തീർന്നു. എന്നാൽ ഇത് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഭൂമി പൊടുപട പൊട്ടും, ഭൂമി കിറുകിറും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും, റബ്ബർ ബന്ധ് തട്ടുന്ന പോലെ തമ്പുരാൻ ഈ ഭൂമിയെ തട്ടും. എന്നാൽ ഇപ്പൊ ഇത് പിടിച്ചു നിർത്തപ്പെടാൻ കാരണം ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല. പാപം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവം ന്യായവിധിയുടെ വെള്ളമിറക്കില്ല. പാപം എത്ര പെരുകിയാലും നോഹ സോതോം വിടാതെ ദൈവത്തിന് തീയിറക്കില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ആഴകങ്കാരോട് പറയാം, ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പരികാഞ്ഞിട്ടല്ല, വഷളത്വം പരികാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു, പ്രാർത്ഥിക്കുന്നു ദൈവമക്കളുടെ ഉള്ളത് കൊണ്ടാണ്. വാ തുറന്ന് ശക്തിയുടെ കരം അടിച്ച് സ്തോത്രം പറ. ഹല്ലേലൂയ പറയുന്നതിന്റെ വില, സ്തോത്രം പറയുന്നതിന്റെ വില, ആരാധിക്കുന്ന വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അധികം താമസിയാൻ നിങ്ങൾ അറിയും. മുള്ളുകടലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകളെ കൊണ്ട് ഇവിടെ നിറയും. ഇരുണ്ട സ്ഥലത്തെ ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കും ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഈ ഭൂമി നിറയും. ചെന്നായ്ക്കളിലെ കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായ്ക്കളെ കൊണ്ട് ഇവിടെ നിറയാൻ പോകുകയാണ്. ഭയം 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 ഭയം, എല്ലാവരും ഭയമാ. എന്താ, കുറച്ചു നാൾ വരെ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ആ സമയത്ത് ഒന്ന് ചുമച്ചാ പേടിയല്ലായിരുന്നു, അല്ലേ? ഒന്ന് തുമ്മിയാ പേടിയല്ലായിരുന്നു. എന്തിനാ? ഏറ്റവും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതാണ് പണം. ജോർജ് കുട്ടി അതുപോലെ സ്പ്രേ തല്ലിയെടുത്ത് പണം തൊടാൻ പേടിയല്ലായിരുന്നു. ഇപ്പം വീണ്ടും പലയിടത്തും മാസ്ക് ഒക്കെ തുടങ്ങി. ഞാൻ ഈ ഇന്റർനാഷണൽ കാര്യമൊക്കെ അങ്ങ് വിട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുഞ്ഞുങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അമ്മമാരോട് ചോദിക്കണം, 5 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരേണ്ട മോളെ 5 മിനിറ്റ് താമസിച്ചാൽ സന്തോഷമാണോ ഭയമാണോ? പറയാം അമ്മമാരെ. പെൺകൊച്ചു മാത്രമല്ല, ആൺകൊച്ചൻ 6 മണിക്ക് വരേണ്ടവനെ 6:30 കണ്ടില്ലേ? അപ്പന്മാര് പറ, അമ്മമാര് പറ, പേടിയല്ലേ? എന്താ കാര്യം? ഭയമാ. എന്താ കാര്യം? മനുഷ്യമൃഗങ്ങൾ തട്ടിക്കൊണ്ട് വന്നിക്കുക, കാഞ്ചിക്കൊണ്ട് വന്നിക്കുക. കേൾക്കുന്നുണ്ടോ മക്കളെ?
നീ 5:30 വരണ്ട, 6-നും 6:30-ക്കും ഒക്കെ വന്ന് കയറും. എന്നിട്ട് അമ്മ ചോദിക്കും, എന്താ മോളെ താമസം, എന്താ മോനെ താമസം? അപ്പം പറയും സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ആരാണ്ടരൊക്കെ ബൈക്കിന് കറങ്ങി ഐസ്ക്രീമൊക്കെ അടിച്ചിട്ട് വന്നേക്കുക. രാത്രി ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ എവിടൊക്കെ പോയെന്ന് നിന്റെ അപ്പൻ അറിഞ്ഞുകൂടാ, നിന്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, നിന്റെ പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിന്റെ സകല വഴിയും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഓ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ബൈബിൾ പറഞ്ഞു, ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കും, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇന്ന് രാവിലെ മുതല് കാൽപാത വെണ്ണി ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഉണ്ടോ? കാൽപാത വെണ്ണി നടന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നാളെ കാൽപാത വെണ്ണിയേക്കാൾ ചിന്തിക്കരുത്. കാൽപാത വെണ്ണി നടന്നാൽ വല്ലവരും കൊണ്ട് അഡ്മിറ്റ് ആക്കും. സ്വതന്ത്രം. ഇന്ന് രാവിലെ മുതലല്ല ഞാനിവിടെ നടക്കുക, ഇന്ന് രാവിലെ മുതലല്ല, നീയും ഞാനും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്റെ എന്റെ കാൽപാത വെണ്ണി ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഓ ഹുഷമറുനിയ, നീ എവിടൊക്കെ പോയ നിന്റെ അപ്പൻ അറിഞ്ഞുകൂടാ, നിന്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, നിന്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, നിന്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ, നിന്റെ സൺഡേ സ്കൂൾ അധ്യാപനം അറിഞ്ഞുകൂടാ, നിന്റെ പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിന്റെ സകല വഴിയും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്, മറക്കരുത്. അപ്പനെ മറച്ച് പാപം ചെയ്യാം, അമ്മയെ മറച്ച് പാപം ചെയ്യാം, പാസ്റ്ററെ മറച്ച് പാപം ചെയ്യാം, ദൈവത്തെ മറച്ച് നിനക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. സഹോദരം, ഭയം 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 വർദ്ധിക്കുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഭയം വർദ്ധിക്കും. ഭൂവാസിയെ പേടി ഖണി നിനക്ക് നേരിട്ടിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് ആകാശ ശക്തികൾ ഇളകും, എന്നും വീണിപ്പാൻ നേരമില്ല, മനുഷ്യർ പേടിച്ച് നിർജീവന്മാരാകും, ഭയം വർദ്ധിക്കും, പേടി വർദ്ധിക്കും. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് രാത്രിയിലെ ഭയത്തെയും പറഞ്ഞാട്ട് പകൽ പറക്കുന്ന അസ്ത്രം, പിന്നെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഉണ്ട്. മൂന്നാമത്തെ പ്രത്യേക, ഇരുട്ടിൽ മഹാമാരി സഞ്ചരിക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും അവിടെ ഉണ്ടാവും. ഇവിടെ എഴുതിയിരിക്കുന്നു ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. എന്താ ഇരുട്ടിൽ ചെന്ന മഹാമാരി? അതായത് ഈ ഡോക്ടർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരോട് ചോദിച്ചാലും പറയും, ബാക്ടീരിയകൾ, വൈറസുകൾ, സൂക്ഷ്മാണുജീവികൾ, രോഗാണുക്കൾ, ഇവയെല്ലാം രാത്രിയിലാണ് നിർബാധം സഞ്ചരിക്കുന്നത്. കാരണം പകൽ കത്തിയൊലിക്കുന്ന സൂര്യപ്രകാശത്താൽ ചിലയൊക്കെ നശിക്കും. ഈ രാത്രിയിലാണ് പകർച്ചവ്യാധികൾ കൂടുന്നത്. മരിക്കാൻ കിടക്കുന്ന പലരും രാത്രിയിലാണ് മരിക്കുന്നത്. കൂടുതൽ രോഗം മൂർച്ഛിക്കുന്ന രാത്രിയിലാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി ആത്മീയ ഭാഷയെ പറഞ്ഞാൽ മാരകങ്ങളായി രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങൾ, എംബോള, സാർസ്, എയ്ഡ്സ്, പനി തന്നെ ഏതൊക്കെയാ, പക്ഷിപ്പനി, തക്കാളിപ്പനി, കുരങ്ങ് പനി, ഇങ്ങനെ പനി തന്നെ ഒരു കൂട്ടം. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നേ നിന്റെ എന്റെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണെന്ന് ഓർത്തോ. കൈയൊന്ന് ഉയർത്തി സ്തുതിച്ചേ. കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞ കൃപയാ, ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ, കരമൊന്നടിക്കാൻ കഴിഞ്ഞ കൃപയാ, വായം തുറക്കാൻ കഴിഞ്ഞ കൃപയാ, തുറന്ന അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. എല്ലാവരും ചെറുപ്പക്കാരെല്ലാം കൈയൊന്നടിച്ച മക്കളെല്ലാം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. കൃപ 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 കൃപയാ, കൃപയാ. എന്തെല്ലാം അസുഖങ്ങളാ നിങ്ങൾക്കറിയാമോ? ഹോസ്പിറ്റൽ എണ്ണം കുറയുന്നില്ല, മെഡിക്കൽ സ്റ്റോറിന്റെ എണ്ണം കുറയുന്നില്ല. ഇവിടെ ഏത് പരാജയപ്പെട്ടാലും ഹോസ്പിറ്റൽ പരാജയപ്പെടില്ല. കാരണം പ്രത്യേക അസുഖങ്ങൾ പുതിയത് വരിക. കോവിഡ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണോ? അല്ല. അപ്പൊ ഇനിയും വരാൻ പോവാ ഭീകരങ്ങളായ രോഗങ്ങൾ. ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ പേടിയാ. കാരണം സുന്ദരന്മാര് കാനഡയിലും ഓസ്ട്രേലിയയിലും UK-യിലും ഒക്കെ ജോലി തോടിപ്പോയതാ. 33-കാരൻ്റെയും 40-കാരൻ്റെയും 53-കാരൻ്റെയും 28-കാരൻ്റെയും കാര്യയുടെ ഒക്കെ ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുക. ഫോട്ടോസ് കാണുക. കുഴഞ്ഞു വീണങ്ങ് മരിക്കുക. 8 വയസ്സുകാരൻ ഹാർട്ട് അറ്റാക്ക് എന്ന്, 13-കാരി കുഴഞ്ഞു വീണ് മരിച്ചെന്ന്. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പല്ലിടിച്ചുകൊണ്ടിരിക്കരുത്. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്ന തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത് കേട്ടോ, മറക്കരുത്. ഒരു ദിവസമെങ്കിലും. ഏകദേശം ഒരു വാക്യമുണ്ട്, ജീവനും കൃപയും എനിക്ക് നൽകി ഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുന്നുണ്ട്. ഒരു തവണ ദൈവത്തിന്റെ കരം എൻ്റെ ശ്വാസം തള്ളിയില്ലെങ്കിൽ ഞാൻ ഇവിടെ പിടഞ്ഞു വീഴും. 250 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല.
ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന നിങ്ങളോട് ഞാൻ പറയാം, കുഞ്ഞെ, സഹോദര, സഹോദരി, നിന്റെ ശ്വാസം, നിന്റെ കുഞ്ഞിന്റെ ശ്വാസം, നിന്റെ പിതാവിന്റെ ശ്വാസം ഒരു കരം പരിപാലിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടർ നൽപ്പോ പോകുന്ന ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെയും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരാത്തുകൊണ്ടാണ് സ്തോത്രം പറഞ്ഞ് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. കടിഞ്ഞു വീണങ്ങ് മരിക്കുക. ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. പെണ്ണിനോട് ഉഭയസമ്മതം പറഞ്ഞു, ചെറുക്കനോട് ഉഭയസമ്മതം പറയാൻ തിരികെയും കുഴഞ്ഞു വീണ് താഴെ വീണു അവരുടെ മുമ്പിൽ. നിങ്ങൾ കണ്ടതാ. കേരളത്തിലൊരു അച്ഛൻ കല്യാണം നടത്തി അവസാനം സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ തുടങ്ങിയും കുഴഞ്ഞു വീണു. 30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരി ടി വി ലൈവ് റിപ്പോർട്ടർ ഇതുപോലെ ടിവിയുടെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുക, ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുക, ലൈവായി കുഴഞ്ഞു വീണു. ഇന്നലെ കണ്ട് കാണും, ചേട്ടത്തിയുടെ കല്യാണത്തിന് അനിയത്തി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക, കഴിഞ്ഞ് താഴോട്ട് വീണ് തീർന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഭക്ഷണത്തിന് ഹോട്ടലിൽ പോയി, തമാശയെല്ലാം പറഞ്ഞ് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു. ആവി പറക്കുന്ന ഭക്ഷണം മേശപ്പുറത്ത് വരാനും ഒരുത്തൻ കുഴഞ്ഞ് അതിലിട്ട് വീണ് തീർന്നു. അതൊക്കെ നിങ്ങൾ കണ്ടതാ. കുഞ്ഞേ, ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ എപ്പോഴും പറയും, രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോഴേ നിന്റെ പ്രിയപ്പെട്ടവളെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ പ്രിയപ്പെട്ടവനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. പാപലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. മരണം ഒരിക്കൽ വരും. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ വിടുവിപ്പാൻ യേശുവിനെ കഴിയൂ. ചില ആളുകൾ വെല്ലുവിളിക്കും, മരണത്തെ തകർത്തെന്നൊക്കെ പറയാറുണ്ട്. മരണത്തെ തകർത്തവൻ ഒരുവനേ ഉള്ളൂ, അവൻ നസറേയനായ യേശു മാത്രമാണ്. തൽക്കാലം രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്, ഈ ഡൽഹിയിൽ ഒരു കൂട്ടം മനുഷ്യപ്പിശാചുക്കളാൽ പിച്ചു ചീന്തപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവിടെ പേര് നിർഭയ എന്നാണ് എല്ലാവരും വിളിച്ചത്, നിർഭയ. അവളെ ഇവിടെ രക്ഷിക്കാൻ നോക്കിയിട്ട് ഒക്കാതെ വന്ന് ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു പ്ലെയിൻ ഹോസ്പിറ്റലാക്കി മാറ്റി. എന്നിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്ന് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. സിംഗപ്പൂരിലേക്ക്, വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ. ഞാൻ ആ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്, സിംഗപ്പൂർ പ്രസംഗിക്കാൻ പോയപ്പോൾ. ഇവിടെ അമേരിക്കൻ ഡോക്ടേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലാണ്. പക്ഷേ അവിടെ ആവും നോക്കി ഇന്ത്യയിലെ അതിവിദഗ്ധ ഡോക്ടർമാരും അവരോട് നോക്കി ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ, പക്ഷെ കഴിഞ്ഞില്ല. അവസാനം ആ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ മലയാള മനോരമയ്ക്ക് സപ്ലിമെന്റിൽ ഒരു സ്പെഷ്യൽ ഫീച്ചർ വന്നു. സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടറും അതിന്റെ ഓണറുമായ സായിപ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തു. 2 പേജ് മുഴുവൻ അതിനെക്കുറിച്ചാ. അതിനൊരു കോട്ടിങ് കേൾക്കണോ? സിംഗപ്പൂരിലെ പ്രധാന ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും പിഷ്കരുമായ മനുഷ്യൻ പറഞ്ഞു കേൾക്കണോ? ഇങ്ങോട്ട് നോക്കൂ. ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. ഒന്നുകൂടെ പറയാം, ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. എത്രയോ ICUയിൽ നിന്ന് ഡോക്ടർമാർ കണ്ണ് നനച്ച് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വായിക്കുന്ന എന്തോ വലിയ പിടിപാടുള്ള വ്യക്തി ഇങ്ങനെ കാറിൽ വന്നു, പെട്ടെന്ന് ഒരു ചങ്കുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ ആവുന്ന ശ്രമിച്ചു, ബാക്കി പറ, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. മരണത്തിന് കീഴടങ്ങി. ഈ മൂക്കിലെ ശ്വാസം തമ്പുരാന്റെ കരുണയാ. ആരും അഹങ്കരിക്കുമൊന്നും വേണ്ട. ഒരു ദിവസമെങ്കിലും വെള്ളത്തോടിരിക്കുന്ന കൃപയാ. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ജീവൻ പോകും മുമ്പ് യേശുവിനെ അറിഞ്ഞോണം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കരമടിച്ചു ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതെ, നമുക്ക് പ്രവചനത്തിലേക്ക് വീണ്ടും വരാം. എന്താണ് ബൈബിൾ പറയുന്നത്? രാത്രിയുടെ പ്രത്യേകതയാണ് പഠിക്കുന്നത്. 3 കാര്യം പറഞ്ഞു. 1, രാത്രിയിൽ മൃഗങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങും. 2, രാത്രിയിൽ ഭയം വർദ്ധിക്കും. 3, രാത്രിയിൽ മാരകവ്യാധികൾ പടർന്നു പിടിക്കും. ഭീകരങ്ങളായ രോഗങ്ങൾ. ഞങ്ങളൊക്കെ ഒത്തിരി സുവിശേഷങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നവരാണ്. ഒരിക്കലും യോഗത്തിൽ പ്രസംഗിച്ച് ഞാൻ രോഗികളെ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വിളിച്ചപ്പോൾ ഒരു സഹോദരി തന്റെ മോനാണെന്ന് പറയില്ല, ആങ്ങളും പെങ്ങളും പൊട്ടിക്കും, സുന്ദരനായ യുവസ് കോമളൻ, ഒരു സിനിമ എന്നെ പോലെ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വന്നു. ഞാൻ ചോദിച്ചത് ആരാ? അവൾ പറഞ്ഞു, എൻ്റെ മോനാണ്, ഒറ്റ മോനേ ആവുള്ളൂ. എന്നോട് ഞാൻ ചോദിച്ചു, എന്നാ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ അസുഖം എന്ന് കേൾക്കാമോ? തലച്ചോറിന് ക്ഷയം. ഞാൻ ക്ഷയമെന്ന് കേട്ടിട്ടുണ്ട് പാസാറേ, തലച്ചോറിന് ക്ഷയം ആദ്യം കേൾക്കുക. മറ്റൊരിടത്ത് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്നറിയാമോ? മജ്ജ ക്ഷയിച്ചു പോകുകയാണ്.
വേറെ ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാൻ വന്നു. അകാല നര, അതായത് 28 വയസ്സുകാരനെ 90-കാരനെ പോലെ ശരീരം ചുക്കിച്ചൊളിയുന്നു, നര ബാധിക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെ രോഗങ്ങളാ! ദൈവത്തിന്റെ കരുണയാലാണ് ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം പറയുന്നത് കേട്ടോ. അത് വർദ്ധിക്കാൻ പോവാ. ഈ ഭൂമി നന്നായൊന്നും പോകുന്ന ചിന്തിക്കണ്ട, അത് കൂടാൻ പോവുക. ഞാൻ പറഞ്ഞ ഭീകര രാത്രിയുടെ തുടക്കമായത്. ഇനി നമുക്ക് വായിക്കാം 30-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചാട്ടെ. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. രാത്രിയുടെ അടുത്ത പ്രത്യേകത കരച്ചിലിൻ്റെതാണ്. സന്ധിയെങ്കിൽ കരച്ചിൽ വരും, കണ്ണുനീര്. പല വീടും കണ്ണുനീരിലാണ്, നമ്മൾ അറിയുന്നില്ല. പല വീടും കണ്ണുന്നില്ല. നമുക്കറിയാം, പല കുടുംബവും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെ ഒന്നിച്ച് നാട് വിടുന്നു. വിഷം വാങ്ങിക്കൊണ്ട് വന്ന് മക്കൾക്കും കലക്കി കൊടുക്കുന്നു, അവരും കഴിക്കുന്നു. അല്ലെ പിള്ളേരെ കിണറ്റി വലിച്ചിട്ട് അവർ ചാകുന്നു. തൊട്ടടുത്ത് കിടക്കുന്നവന്റെ ഭാരം അറിയുന്നില്ല. ഇത്രയും പ്രശ്നം ഉണ്ടായത് നമ്മളാണ്. കഴുത്തറിച്ച് കൊന്നിട്ടും അവർ ചാടുന്നു. അങ്ങനെ ഭീകരതയാ. അതൊക്കെ ഇവിടെ വിരിക്കാൻ കഴിയില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല, കണ്ണുനീരാ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇപ്പൊ പല കല്യാണവും നടത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു രാത്രി 12:30 മണി കഴിഞ്ഞ് കാണും. ഞങ്ങളൊക്കെ രാത്രി ഇന്ന് വീട്ടിൽ ചെല്ലണേ വെളുപ്പിനെ ആകണ്ടേ. അപ്പോൾ ഈ രാത്രി ഒരു 12:30 മണി 1 മണി ആയപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു. 9-10 വയസ്സ് പ്രായം മാത്രം ഒരു കുഞ്ഞാണ് വിളിക്കുന്നത്, പെൺകുഞ്ഞാ. അവൾ ഭീതിയോടെ ഭയത്തോടെ വിളിക്കുകയാണ്. അവൾ പറയുന്നു, പാസ്റ്റർ അങ്കിൾ, എൻ്റെ ഡാഡി എൻ്റെ മമ്മിയെ കൊല്ലുന്നു. അവൻ വിറച്ചോണ്ട് പറയാണ്. എങ്ങനെ അവൾക്ക് എൻ്റെ നമ്പർ കിട്ടിയെന്നറിയില്ല. ഒന്ന് TV കണ്ടതായിരിക്കും, അല്ലെങ്കിൽ പുസ്തകത്തിൽ കണ്ടതായിരിക്കാം. സത്യത്തിൽ ദൈവദാസ ഞാൻ പേടിച്ചു പോയി. കാരണം ഇവൻ അവളെ കൊന്നിട്ടാൽ അന്വേഷണം എൻ്റെ പേർക്ക് വരും. കാരണം ആദ്യത്തെ കോൾ അവിടുന്ന് എനിക്കാ വന്നേ. ഞാൻ പറഞ്ഞു, ദൈവമേ ഇവൻ കൊല്ലല്ലേ എന്ന്. രാത്രി 12:30 മണിക്ക് കക്ഷം കൊങ്ങായി പിടിച്ച് നെക്കിക്കൊണ്ടിരിക്കുക. 9-കാരിക്ക് ഉറക്കാൻ കഴിയുന്നില്ല. അപ്പൻ്റെ മുമ്പിൽ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചില വെട്ടി നുറുക്കുന്ന. ഇപ്പം കഷ്ണം ആക്കുകയല്ലേ മനസാക്ഷി ഇല്ലാത്തവന്മാർ, പിശാചുക്കള്. തിരിച്ചു അങ്ങനല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമ്മയെ വെട്ടി അടിക്കുക, അങ്ങ് മുറുക്കുക. ഇവിടൊക്കെ അടുത്തൊക്കെ നടക്കുന്നില്ലേ? അപ്പനെ അടിച്ച് കൊണ്ടുക, ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കമ്പിപൊടി കൊണ്ട് 3-4 അടിക്കുക. ഇതൊക്കെ നന്നായി പോകുന്നതാണോ ചിന്തിക്കുന്നത്? ഈ റോഡിലൂടെ പോലെ സൂക്ഷിച്ച് പൊക്കോണം. അതൊക്കെ ഞാൻ വരാൻ പോവാ. തിരിച്ചൊന്നും പറയാനൊക്കത്തില്ല. ഒരുത്തനോട് ഏതാണ്ട് ഓവർടേക്ക് ചെയ്യുന്നും പറഞ്ഞ് അവനെ പിന്തുടർന്ന് 18-20 കിലോമീറ്റർ പിന്തുടർന്നിട്ട് കാർ തടഞ്ഞു നിർത്തി റോഡിലിട്ടിട്ട് വണ്ടി കയറ്റി 20 തവണ കയറ്റി അരച്ചു. സൂക്ഷിച്ചു പൊക്കോണം പിള്ളേരെ, മക്കളെ കേട്ടോണോ ഇതൊക്കെ. അടുത്ത ദിവസം നിങ്ങൾ അന്യഭാഷയും പറഞ്ഞ് കൈയൊക്കെ അടിച്ചോ. ഇന്ന് രാത്രി കേട്ടോ, വാർണിംഗ് തരികയാണ്, സൂക്ഷിച്ചോണം. അപ്പൊ 12:30 മണി രാത്രിയിൽ 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് ഉറക്കമില്ല. അവള് ഭീതിയില്ല. കെട്ടിടം 2 നിലയാ. കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഉയർന്നു നിൽക്കുന്ന 2 നില കെട്ടിടങ്ങളാണ്. അതിനേക്കാൾ വലിയ മതിലുകളാ. വീടിനേക്കാൾ വലിയ മതിലുണ്ട്. മതില് കൊണ്ടെങ്കിൽ ആ കാശ് കൊണ്ടൊരു വീട് പണിയാം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അകത്തെന്തോ ഇല്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ ആയിരങ്ങളോട് പറയുന്ന രാത്രി കൊണ്ട് ദൈവമക്കളോട് പറയും, ദൈവമെതിരെ ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠത. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നിനക്ക് 2 നില കെട്ടിടമില്ലെങ്കിലും, നിനക്ക് AC റൂമില്ലെങ്കിലും, നിനക്ക് മാർബിൾ തറയില്ലെങ്കിലും, വീടിന് മുറ്റത്ത് ഫോർച്യൂണില്ലെങ്കിലും, ഹല്ലേലൂയ, നിന്റെ ചെറ്റക്കുടിലിൽ ദൈവസാന്നിധ്യമുണ്ടെന്നാണ് ശ്രേഷ്ഠത. ഇതൊക്കെ നല്ലതാ, പക്ഷെ ദൈവസാന്നിധ്യം കൂടെ വേണം. എവിടാ സ്വസ്ഥത? എവിടാ സമാധാനം? കണ്ണുനീരാ. എല്ലാ വീട്ടിലും കണ്ണുനീരാ. ദൈവവൈതലേ, നീ ദൈവത്തെ സേവിച്ചാൻ ഇറങ്ങിയോണ്ട് നിനക്കൊന്നുമില്ലെങ്കിലും സമാധാനം ദൈവം തന്നില്ലേ? സ്വസ്ഥത തന്നില്ലേ? വേദവസം കൊണ്ട് കലകത്തോടൊരു വീട് നിറയെ ശാഖഭോജനത്തെക്കാൾ സ്വസ്ഥതയോട് ഒരു വർഷം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലതാ. എന്നും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഇല്ലെങ്കിലും, എന്നും ബിരിയാണി ഇല്ലെങ്കിലും, ഇന്നും ആട്ടിറച്ചി ഇല്ലെങ്കിലും, ഉണക്കക്കപ്പ ഉള്ളെങ്കിലും ഒന്നിച്ച് കുഞ്ഞുങ്ങളോടൊന്ന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ അതാ ഭാഗ്യം. ഒന്നുകൂടെ വാട്ടി ആ സമാധാനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ വിളിക്കുക. രാത്രി ഭയം. ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെ എഴുതിയിരിക്കുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ. എന്താ കരച്ചിൽ എന്ന് പാർക്കും? കരച്ചിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ വീട്ടിലായിരുന്നു നിലവിളിയെങ്കിൽ, ഇപ്പം നിലവിളി ഇപ്പം ഹോസ്പിറ്റലോട്ട് മാറിയെന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ മർമ്മപ്രധാനമായ വിഷയം പറയാം. നിങ്ങൾ നോക്കിയേ, നമ്മൾ എന്താ ഇപ്പൊ കാണുന്നത്? രാവിലെ കുഞ്ഞുങ്ങളെ ഒരുക്കി യൂണിഫോം ഒക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ടടിച്ച് യാത്രയാക്കുക. വൈകുന്നേരത്ത് ഈ കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരത്തിൽ വീണ് അമ്മമാർ അലറിക്കരയുകയാണ്. രാവിലെ ഭർത്താക്കന്മാരെ കൈവീശി ഭൂമുഖത്തു നിന്ന് യാത്രയാക്കുന്ന ഭാര്യമാർ
വൈകിട്ട് അവരുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വീണ് കരയുന്നു, അല്ലമുറയിട്ട് കരയുന്ന കാഴ്ച, ഭീകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. നിലവിളി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രവചന നിവർത്തിയാണ്. അപകടങ്ങൾ വർദ്ധിക്കുകയാണ്, ആക്സിഡന്റുകൾ പെരുകയാണ്. നമ്മുടെ തൊട്ടടുത്തൊക്കെ നടന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നും ഉണ്ടല്ലോ. ഒരു വാക്യം ഞാൻ വായിക്കാം. അതായത് എഗസ്കേൽ പ്രവചനം, ഇത് പ്രവചനം. ആ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കും. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. നാശം വരുന്നു, ശ്രദ്ധിച്ചു കേൾക്കൂ. നാശം വരുന്നു, പ്രവചനമാണ്. നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. വായിച്ചോ. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. അത് വാക്യത്തിലേക്ക് ഞാൻ വരാം. ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്നതാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. യഹോവയുടെ ദിവസം വരുമ്പോൾ സംഭവിക്കേണ്ട പല കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. അത് വന്നില്ല, വരാൻ പോകാം. 19-ാം വാക്യം വായിച്ചു. അവർ തങ്ങളുടെ വെള്ളി കേട്ടോ, അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ എറിഞ്ഞു കളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും, അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും, അവർക്ക് വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അടുത്തത്, അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല. ഇതൊരു പ്രവചനമാണ്. യഹോവയുടെ ദിവസം വരുമ്പോൾ ഒത്തിരി കാര്യം ഇവിടെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതൊരു കാര്യം, മനുഷ്യൻ പൊന്നും വെള്ളിയും ഒക്കെ വീതിയിൽ വലിച്ചെറിയും, മലം പോലെ വലിച്ചെറിയും. കാരണം അതുകൊണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങാനൊക്കാത്ത കാലം വരും. അതുകൊണ്ട് ഒരുപാട് ആഹാരം കഴിക്കാനൊക്കാത്ത കാലം വരും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും വില കൂടിയ സാധനം ഏതാ? ഒന്ന് പറയുന്നേ. സ്വർണം. ഇപ്പം നിങ്ങളുടെ അടുത്തല്ലേ എയർപോർട്ടുകൾ, എവിടെ കൂടെ ഒക്കെ വെച്ചാ സ്വർണം കൊണ്ടുവരുന്നത്? സ്വർണത്തിലാണ് നിക്ഷേപം മുഴുവൻ സ്വർണത്തിലാണ്. കാരണം എപ്പം വില കൂടിയതാ. പക്ഷെ വേദപുസ്തകം പറഞ്ഞു ഇത് മനുഷ്യൻ വലിച്ചെറിയുന്നൊരു കാലം വരുമെന്ന്. വിശുദ്ധ ബൈബിൾ പറഞ്ഞുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തി സ്തോത്രം പറയാം. വലിച്ചെറിയും. ഇപ്പം തന്നെ ആളുകൾ ഇതിട്ടുകൊണ്ട് നടക്കാൻ പേടിയാ, അല്ലേ? ഇപ്പം തന്നെ പേടിയാ. എൻ്റെ ഭാര്യയും ഞാനിവിടെ വല്ലപ്പോഴും ഒക്കെ ഒരുമിച്ച് പോകാൻ സമയം കിട്ടും. ഇടയ്ക്ക് ഈ കാറിലൂടെ ഒക്കെ പോകുമ്പോൾ, എൻ്റെ സ്ഥലം കായംകുളമോ, ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഭാര്യ ഇടയ്ക്കിടെ കാറിൽ നിന്ന് ഞെട്ടുന്ന കാണാം. ഞെട്ടും. അച്ഛാ അവർ പെന്തക്കോസിലായച്ചാ, അച്ഛാ ഒരു പെന്തക്കോസിലായച്ചാ. ഞാൻ പറയാം, അച്ഛാ ഒരു പെന്തക്കോസിലായതല്ല, കള്ളനെ പേടിച്ചെല്ലാം മാറ്റി വെച്ചേക്കുക. കാരണം കാതറുത്തോണ്ട് പോകുന്നു, കൈ അറുത്തോണ്ട് പോകുന്നു. സഹോദരം, പിന്നെ മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര ഉണ്ടേ വാരി കിട്ടോ, എനിക്കൊരു പ്രശ്നമില്ല. അതിട്ടാൽ നരകത്തിൽ പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. വാരി കിട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എത്ര കിലോ സ്വർണം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം നിങ്ങളെ ഒറിജിനൽ പെന്തക്കോസുകാരിയായിട്ടേ അവർ വിടത്തുള്ളൂ. എത്ര കിലോ സ്വർണം നമ്മുടെ ജയലളിത ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ലേ? ഒരു തരം വിട്ടുകൊടുത്തോ? ഇല്ല. ഇനി നിങ്ങൾക്ക് എത്ര പവൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടുകാർ ഒരു പവൻ പോലും തരത്തില്ല. ഇനി അഥവാ ഒരു അപ്പനും അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊരു മാല ഇട്ടെന്നിരിക്കട്ടെ, ഇട്ടടക്കിയാൽ അന്ന് നിങ്ങളുടെ കല്ലറ മാന്തിയിരിക്കും. അല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കാരണം ശവോടക്കിന് വരുന്ന വിശുദ്ധന്മാർ മാത്രമല്ല, കള്ളനും വന്നിരിക്കും. അല്ല, നോക്ക, എവിടെയെങ്കിലും ഒരിടത്ത് മാല ഇട്ടടക്കിയാൽ അന്ന് കല്ലറ മാന്തിയിരിക്കും. അപ്പൊ എന്റെ വിഷയം അതൊന്നുമല്ല. നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അതിൽ ഡേ ഓഫ് ദ ലോർഡ് അന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങൾ. ഒരു കാര്യം അതിപ്പോഴേ വാങ്ങൽ തുടങ്ങി. എന്താ എഴുതിയിരിക്കുന്നത്? നാശം വരുന്നു. വായിക്കാരാ വായിച്ചേ? നാശം വരുന്നു. വായിച്ചു പാസ്റ്ററെ. നാശം വരുന്നു. അല്ല പാസ്റ്ററെ, അല്ല വായിച്ചേ. 25 വായിക്കും. നാശം വരുന്നു, നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിയും. ഇംഗ്ലീഷ് ഭാഷാന്തരം വീട്ടിൽ പോയി വായിച്ചോണം. ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ എന്നാണ്. ചിലയിടത്ത് ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്. കൃത്യമായ പ്രവചനമാണ്. അടുത്തെന്നറിയാമോ? ശ്രുതിമേൽ ശ്രുതി. മലയാളം, ഇംഗ്ലീഷിൽ ന്യൂസ് ആഫ്റ്റർ ന്യൂസ്, ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്, ന്യൂസ് ആഫ്റ്റർ ന്യൂസ്. ഇതുവരെ കണ്ടില്ലേ? വരച്ചു വെച്ചോ, വീട്ടിൽ പോയി നോക്കിയോ. എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ വർദ്ധിക്കും. ഒരപകട വാർത്ത കേട്ടതിന്റെ പിറകാലെ അടുത്ത അപകട വാർത്ത കേൾക്കും. മനോരമയിലൊരു ന്യൂസ്, ആകാശത്തിലും കരയിലും കടലിലും ആപത്ത്. ഒരേ സമയം ആകാശത്ത് പ്ലെയിനുകൾ തകരുന്നു, കപ്പലിൽ കൂട്ടിയിടിക്കുന്നു, റോഡ് ആക്സിഡന്റുകൾ. കേട്ടോ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺവെൻഷൻ എന്നാ രാത്രി പറയാം. അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡന്റുകൾ പെരുകും. വീതിയിൽ നിന്നും വിശാല സ്ഥലത്തു നിന്നും യുവാക്കന്മാരെയും പൈതങ്ങളെയും തട്ടിക്കൊണ്ടു പോകുവാൻ റോഡുകളിൽ മരണം പതിയിരിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ, കരയുന്നവനെ ദൈവം വിടുവിക്കും.
ശക്തിയോടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. പ്രിയ മാതാക്കളോട് ഞാൻ പറയാം, പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വാഹനമായി റോഡിലിറങ്ങുമ്പോൾ, ഇത് പ്രവചനമാ, നിങ്ങളുടെ കുഞ്ഞു വാഹനമായി റോഡിലിറങ്ങുമ്പോൾ, അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർത്ത്, നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊള്ളണം. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞായിരിക്കുന്നിടത്ത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നിടത്ത് രക്തം അവന് അടയാളമായിരിക്കും. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ചെറുപ്പക്കാരാണ് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ആ ദൂത് മറ്റൊന്നുമല്ല, ചെറുപ്പക്കാരാ, നിന്നെ വഴിയാത്ര നിന്നെ തകർത്ത് കളയുവാൻ, റോഡ് ആക്സിഡന്റിനെ മാറ്റപ്പെടുത്തുവാൻ, നിന്നെ വഴിയിൽ ചതച്ചരച്ചു കളയുവാൻ ദുഷ്ടപിശാച് പലവട്ടം പദ്ധതി തയ്യാറാക്കിയെങ്കിലും നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ! അതിന് കാരണം ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്, ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്ക് കരയുന്നവന്റെ വില നിനക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ എല്ലാവരും, ഒരു വീട്ടിൽ ഒരാൾ കരയാനുണ്ടെങ്കിൽ, ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവനെ ഓർത്ത് അവളെ ഓർത്ത് ആ വീടിന്റെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു സഭയിൽ ഒരു കുടുംബം കരയാനുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ ദൈവമക്കളെ ഓർത്ത് ആ ദേശത്തിന് ന്യായവിധേയം താമസിപ്പിക്കും. തെളിവ് പറയാം. വർഷം മുഴുവൻ വെള്ളവും, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ശൈലോട്, വർഷം മുഴുവൻ വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയാൻ തോട്ടത്തിന്റെ യജമാനൻ പറഞ്ഞു, തോട്ടം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, വെട്ടിക്കള, ഇത് നിഷ്ഫലമാക്കുന്ന എന്തിന്, ഇതിനെ വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അവൻ പറഞ്ഞു 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. ആ തോട്ടം സൂക്ഷിപ്പുകാരന്റെ മധ്യസ്ഥതയാൽ ആ വൃക്ഷത്തിന് ഒരാണ്ടൂടെ ദീർഘ കിട്ടി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വീട്ടിൽ കരയാൻ ഒരാളുണ്ടാകോ, നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആയുസ് ദീർഘമാക്കി കിട്ടും, മാനസാന്തരത്തിന് അവസരം കിട്ടും, ന്യായവിധി താമസിപ്പിക്കപ്പെടും. കുഞ്ഞെ മറന്നു പോകരുത്. പായം ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഉഷ്ടപ്രവർത്തിക്ക ജീവിതമേ, നീ തകരാത്തത് ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒന്നേ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, എന്റെ മോനെ വിടുവിക്കണേ, എന്റെ പ്രിയപ്പെട്ടവനെ വിടുവിക്കണമെന്ന്, അല്ലെ സഭയുടെ ഭാഷ കണ്ണുനീർ, അവരുടെ കണ്ണുനീര് കൊണ്ട് ദൈവം നിനക്ക് മാനസാന്തരത്തിന് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. മറന്നു പോകരുത്, മടങ്ങി വരിക. ശക്തിയോടെ എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വീതിയിൽ നിന്നും വിശാലസ്ഥലത്തു നിന്നും യുവാക്കന്മാരെയും പൈതങ്ങളെയും തട്ടിക്കൊണ്ടുപോകുവാൻ മരണം പതിയിരിക്കുന്ന യെരമ്യാ പ്രവചനം പറയുന്നത് സത്യമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേ യാത്ര ആരംഭിക്കാവൂ. അപകടങ്ങളൊക്കെ സാധാരണമാണ്, എവിടെയും സംഭവിക്കാം. പക്ഷേ പ്രാർത്ഥിച്ചോണം, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പണ്ടത്തെ പോലെ 5, 6, 7, 8 ഒന്നും അല്ല. ആകെ 1, 2 ഉള്ളൂ. വീടിന്റെ ഏക ആശ്രയങ്ങളെ പിശാച്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുവൻ മരിച്ചു കിട്ടിയാൽ പിശാചിന് ഇഷ്ടമാണ്. കാരണം അവന് നരകത്തിലെത്തിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. ദുഷ്ടന്റെ മരണത്തിൽ ദൈവപ്രസാദമില്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ എപ്പോൾ എവിടെ മരിച്ചാലും അവന് ഭാരപ്പെടുകയൊന്നും വേണ്ട, അവൻ പർദീസയോട് തീരത്തെത്തും. രക്ഷിക്കപ്പെടാത്തവനെ നരകം കാത്തിരിക്കുക, ഭീകര രാത്രി കാത്തിരിക്കുക. അതൊക്കെ വന്നേ ഞാൻ അവസാനിപ്പിക്കത്തുള്ളൂ. ചെറുപ്പക്കാരോട് കാര്യം പറയാം, വന്ന പിള്ളേരോട് കാര്യം പറയാം. എന്താണെന്നറിയാമോ? ഈ 2 വീലർ എന്ന് പറഞ്ഞ സാധനം കൈ കിട്ടുമ്പോൾ ഇത് റോക്കറ്റാണ് ചിന്തിക്കരുത്. യുവമാരുടെ പോക്ക് കണ്ടത് റോക്കറ്റാണെന്നാണ് ചിന്ത. എൻ്റെ പൊന്നെ, ഈ രാത്രിയിലൊക്കെ വീട്ടിൽ ചെന്ന് പറ്റുന്ന പാട്, രാത്രിയില ഇവന്മാരുടെ അഭ്യാസം കാണണ്ട. 3, 4 എണ്ണ ഒരെണ്ണത്തെ കയറി ഇങ്ങനെ റോക്കറ്റാന്നാ ചിന്ത. ഈ 2 വീലുള്ള സാധനം കയ്യിലോട്ട് കിട്ടിയ അവൻ്റെ ചിന്ത ഇത് റോക്കറ്റാണ്. പണ്ട് ഫസ്റ്റ് പ്ലെയിനും റോക്കറ്റും തമ്മിലുള്ള സംഭാഷണം ഉണ്ടായിരുന്നൊരു ഭാവനയുണ്ട്. അപ്പം ഈ പ്ലെയിന് അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റർ റോക്കറ്റിനോട് സംഭാഷണം നടത്തിയതാണ്. എന്താണെന്നറിയാമോ? ഹെലികോപ്റ്റർ പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഞാൻ ഈ നിങ്ങൾക്ക് അടുത്തുള്ള എയർപോർട്ട്, ഞാൻ ഈ റൺവേയിലൂടെ വന്ന് നിരങ്ങിയൊക്കെ ഒന്ന് നീങ്ങിയിട്ടാ പൂന്നും പറഞ്ഞ് പിന്നെ പറക്കുന്നേ, ഒരു കറക്കമൊക്കെ കറങ്ങിയ നീ ഇങ്ങോട്ട് വരുന്നതും കാണാം, പുമ്മെന്നൊറ്റ പൊക്കും പോകുന്നു. ഉടനെ ഈ റോക്കറ്റ് പറഞ്ഞു, എൻ്റെ ചേട്ടാ, നിന്നെ പോലെ നിരങ്ങിയൊക്കെ നീങ്ങി പറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മൂടിന് തീ പിടിച്ചാൽ എൻ്റെ മൂടിന് തീ അപ്പൂമെന്ന് ഞാനങ്ങ് പോകുന്നു. ഈ ചെറുപ്പക്കാരുടെ പോക്ക് കണ്ട ഇവൻ്റെയൊക്കെ മൂടിന് തീ പിടിച്ച പോലെ, വായുകുളിക്ക് പോകുന്ന പോലെ. ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസം ബോംബെയിൽ പോയപ്പോൾ എന്നെ അപ്പുറത്ത്
ഇങ്ങനെ കറങ്ങിപ്പോ അതിൽ കൂടെ ഇടവഴിയുണ്ട്, അതേ കൂടെ അപ്പുറത്തോട്ട് കൊച്ചു വണ്ടി പോകാനൊക്കെ വലിയ വണ്ടി പോകത്തില്ല, അപ്പുറം തന്നെ കാറും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ എല്ലാം പിടിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് പോകാം, ഇത്രയും ചുറ്റണ്ടാന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല മോൻ കൊണ്ടുവിടും എന്ന് പറഞ്ഞു. മോൻ കൊണ്ടുവിടുമെന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ പൂന്നുമ്പോണ്ട് മോൻ വന്ന് നിൽക്കുക ഒരു സാധനം കൊണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പുറവശം ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറയാം, ബൈക്കിന് പുറവശം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ബൈക്ക്? ഇങ്ങനത്തേക്ക് എൻ്റെ പൊന്നെ, ഞാനത് കയറാൻ പറ്റിയ പാട് ഒരു കൊരണ്ടിയൊക്കെ ഇട്ട് വേണം കയറാൻ. അല്ല ചാലും എന്നെ മണ്ടയ്ക്ക് പോയിട്ട് കയറി എൻ്റെ പാസേവം പും എന്ന് പറഞ്ഞൊരു വിടിയില്ല. ഞാൻ ഒത്തിരി സ്തോത്രം പറഞ്ഞ അല്ല ചാ അതിലവിടെ എത്തിയപ്പം പാസേ ഞാൻ ഇവിടെ വെച്ച് മോനെ ഇതിന് എത്ര ലക്ഷം ആയിടാന്ന്. അവൻ പറഞ്ഞു 2,80,000. അപ്പം പണ്ട് കേക്കെ ചെറിയ അച്ഛൻ പറഞ്ഞൊരു വാചകം ഞാൻ പറഞ്ഞു, നിന്നെ അല്ല അടിപ്പിക്കേണ്ടത്, നിന്റെ അപ്പനെ അടിക്കേണ്ടത്. നീ ചാകാൻ ഇത് വാങ്ങിച്ചു മനസ്സിലാകുന്നുണ്ടോ? അതാ നിന്റെ അപ്പനൊരു കൊല്ലി സൈക്കിൾ ഇല്ലാത്തടത്ത് നിന്ന് നിന്നെ ദൈവം ഉയർത്തിയപ്പോൾ അഹങ്കരിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. എല്ലാ ചെറുപ്പക്കാരും കേട്ടോണം, അഹങ്കരിച്ച് വാഹനത്തിൽ കയറരുത്. വാഹനത്തിൽ കയറുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് കയറിക്കോണം, ഇറങ്ങുമ്പോൾ സ്തോത്രം പറഞ്ഞിറങ്ങിക്കോണം. കർത്താവേ ഞാനിത് ഇരിക്കുന്നതേ ഉള്ളൂ, നീ ഡ്രൈവറായിരിക്കണം എന്ന് പറഞ്ഞോണം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞ ചായന്മാരെ? നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോഴേ, ചുമ്മാ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോഴേ, സ്കൂട്ടറെ പോകുമ്പോഴേ, സൈക്കിളെ പോകുമ്പോഴേ, ഇതിലേ കൂടെ പോകുന്നവരെല്ലാം അഭിഷേകം പ്രാപിച്ചവരൊന്നും അല്ല. ലഗ്യോൻ കയറിയവനായി ഓടിച്ചോണ്ട് വരുന്നത്. ലഗ്യോൻ അതിൻ്റെ കൂടെ ഭൂതവും. അവന്റെ കൈക്കൊന്ന് പിടിച്ച് തിരിച്ചാ പോരെ, നിന്റെ ഇടപാട് തീരില്ലേ? ഒന്ന് വെട്ടിച്ചാ പോരെ. വെട്ടിക്കാഞ്ഞിട്ടല്ല, ഇതൊരു പ്രവചനം നിന്റെ നേരെ വരുത്താഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊണ്ടായി രാത്രി സ്തോത്രം പറയുന്നത് മറക്കരുത്. സന്ധിയങ്ങൾ കരച്ചിൽ വന്നിരാ പാർക്കും, ഉഷസിലോ ആനന്ദഘോഷം. കൈയൊന്നുയർത്തി വായം തുറന്ന് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച്. രാത്രിയുടെ അടുത്ത പ്രത്യേകത വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. എല്ലാവരും ശ്രദ്ധിച്ചോ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. 1 തെസ്സലോനി 5:7 വായിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. രാത്രിയുടെ അടുത്ത പ്രത്യേകത മദ്യപാനം വർദ്ധിക്കും, കുടി കൂടും. പണ്ട് മനുഷ്യർ മദ്യപിക്കുന്നത് 25-ാം വയസ്സിലായിരുന്നു. പിന്നെ മദ്യപാനം 20 വയസ്സായി. അച്ചായന്മാർക്ക് ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കാൻ ഒരു നാണം കേടുമില്ല. ഒരു സുവിശേഷ യോഗത്തിന് വന്നിരിക്കുന്ന നാണം കേടാ. നിനക്കിത് അപമാനമാണെങ്കിൽ ഞങ്ങൾക്കിത് അഭിമാനമാണ്. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കൈ ഒന്ന് അടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞ്. തൻ്റെ ഇടമുണ്ടോ പറയാൻ? ദൈവത്തെ സേവിക്കാനും കൊണ്ട് മക്കളെ, ഉഗാണ്ടയിൽ പോയില്ലേലും, നൈജീരിയ പോയില്ലേലും, കെനിയായി പോയില്ലേലും, അമേരിക്കയിൽ പോയില്ലേലും നിനക്കൊരു ഉറപ്പുണ്ടല്ലോ എൻ്റെ തലമുറ വൈകിട്ട് വീട്ടിലെത്തുമെന്ന്. എന്താ കാണുന്നേ? കാര്യമൊക്കെ പിടിവിട്ടു പോയി. ഇപ്പൊ ഈ ഭീകരതയൊക്കെ കാരണം അമ്മയുടെ തല അറുത്ത് മാറ്റുന്നു, അപ്പനെ വെട്ടി മുറുക്കുന്നു, കമ്പിയോടി അടിച്ച് താഴെ ഇടുന്നു. കാരണം ആ ഗ്രേഡ് കൂടിയതായി പഠിക്കുന്നത്. കഞ്ചാവ്, കറപ്പ, LSD, മാരിജുബാന 3000 കോടിയുടെ പിടിച്ചു, 300 കോടിയുടെ പിടിച്ചു. എവിടെ പോകുന്ന ഇതെല്ലാം? പിടിക്കാത്തൊക്കെ എവിടെ പോകുന്നേ? കക്കാൻ നീട്ടുക, തലമുറയെ നശിപ്പിക്കുക, ഐസ്ക്രീമിലൂടെയും കേക്കിലൂടെയും ഒക്കെ കൊടുത്തതിന് അഡിക്റ്റഡ് ആക്കുക. കോടികളുടെ ബിസിനസ്സാണിത്. തള്ളത് അഴിവഴിയെങ്കിൽ പിള്ളേരെല്ലാം ചിലിക്കമ്പി വഴിയാ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, നീ മുറിവീടി വലിച്ചാൽ നിന്റെ മകൻ മുഴിവീടി വലിക്കും. ഇത് പ്രസംഗിക്കാനാ ദൈവം ഇവിടെ വിട്ടെ, അന്യഭാഷ പറഞ്ഞിട്ട് പോകാനല്ല. നീ ഫ്രണ്ടിലെ വാതിലൂടെ കടന്നാൽ നിന്റെ മകൻ മുന്നിലെ വാതിലൂടെ കടക്കും. നിനക്ക് തൻ്റെ ഇടമുണ്ടോ? പുകവലിക്കുന്ന നിനക്ക്, മദ്യപിക്കുന്ന നിനക്ക് നിന്റെ മകനെ ഉപദേശിക്കാൻ കഴിയുമോ? കഴിയില്ല. അടുത്ത ഗ്രേഡിലേക്ക് പോയി ചെറുപ്പക്കാർ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പറയാൻ അവസരം എന്താ? മദ്യപാനാസക്തിയിൽ നിന്നും മയക്കുമരുന്നും പിടിയിൽ നിന്ന് തലമുറയെ രക്ഷിപ്പാൻ സുവിശേഷത്തിനെ കഴിയൂ, യേശുവിനെ കഴിയൂ. സ്വതന്ത്രം നിറ്റുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനാസക്തി വർദ്ധിച്ചു. കുടിക്കുന്നതിന് എന്നാ കുഴപ്പം ഇല്ലേ? നിങ്ങൾക്കറിയാമോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. 2085-86 56 കോടിയുടെ മദ്യമായിരുന്നു ഒരു വർഷം ഇവിടെ ചിലവാകുന്നെങ്കിൽ, പിന്നീട് 1337 കോടിയായി. 2006 2635 കോടിയായി. 2010 6730 കോടിയായി. 2013 8818 കോടിയായി. 2015 11,000 കോടിയായി.
2018 18,000 കോടിയായി. ഇപ്പൊ 28,000 കോടി. എത്ര? 28,000. നിങ്ങൾക്കറിയാമോ? എന്നിട്ട് ഇപ്പോഴും തുടങ്ങാൻ പോകും ഇവിടെ കേരളത്തിൽ. അതിന് ക്ഷാമം വരുത്തരുത്. ഈ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് തൃശ്ശൂർ വന്നിട്ട് പോയി. അപ്പൊ ഈ ക്രിസ്മസിന്റെ കേരളത്തിൽ ഏറ്റവും അധികം മദ്യം ചെലവാകുന്ന എപ്പോഴാണെന്നറിയാമോ? ക്രിസ്മസിനും ഈസ്റ്ററിനും. ഇവിടൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എറണാകുളത്തും അങ്കമാലിയിലും തൃശ്ശൂരും ഒക്കെ, തിരുവനന്തപുരത്തും ഉണ്ട് ഒരു പ്രത്യേകത. ക്രിസ്മസ് ആകുമ്പം ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത പറയട്ടെ. ഞങ്ങളുടെ നാട്ടിലും വലിയ പ്രശ്നമില്ല, കായംകുളമല്ലേ. അപ്പോൾ അത്രയും കണ്ടിട്ടില്ല. ഇവിടൊക്കെയാണ് കണ്ടേക്കുന്നത്. അതായത് ക്രിസ്മസ് ആകുമ്പോൾ ഇവിടുത്തെ വീടുകളിൽ 1 അല്ല 2 സ്റ്റാർ അല്ലെ 3 സ്റ്റാർ. പക്ഷെ ഇവിടുത്തെ ഷാപ്പിലും ബാർ ഹോട്ടലും ഒക്കെ സ്റ്റാറുകൾ നിരത്തി അങ്ങ് തൂക്കും. വിദ്വാൻമാർ വഴിതെറ്റാതെ വന്നും കയറട്ടെ നേരത്തെ. സ്വതന്ത്രം നക്ഷത്രം കണ്ടുകൊണ്ട് അത്യന്തം സന്തോഷിച്ചു. ഏറ്റവും അധികം മദ്യം ചെലവാകുന്നത് ക്രിസ്മസിനും ന്യൂ ഇയറിനും. ഇപ്പൊ 800 കോടി ആണ്ട് കുടിച്ചു തീർത്തുന്ന കഴിഞ്ഞ ഇതിന്. കേട്ടോ, യേശു ക്രിസ്തു ജനിച്ചു, അതുകൊണ്ട് നിനക്ക് എന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. യേശു മരിച്ചു, അതുകൊണ്ട് എന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നിനക്ക് എന്നാ ഗുണം? നിന്നെ കൊണ്ട് ഷാപ്പുകാരന് ഗുണം. പക്ഷെ ബൈബിൾ പറഞ്ഞു കേൾക്കണോ? ആ ഇഷ്ടത്താൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ആണ്ടിലാണ്ടിൽ ജനിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ മരിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ ഉയർക്കുന്നില്ല. അവൻ ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു, ഇനി ഒരിക്കലായി അവൻ മടങ്ങി വരാൻ പോകുന്നു. ഓ പോരാ, നിങ്ങൾക്ക് ശക്തി പോരാ. കൈകൾ അടിച്ച് വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. യേശു വരാറായി. റെഡിയാണോ പോകാൻ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിന്റെ തിരുവതാരം കൊണ്ട് നിനക്ക് എന്നാ ഗുണം? ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാം മധ്യമയമാണ്. കുപ്പി പൊട്ടിയില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ കുപ്പി പൊട്ടിയില്ല, കുഞ്ഞു മരിച്ചാൽ കുപ്പി പൊട്ടിയില്ല, വിവാഹ വാർഷികത്തിന് കുപ്പി പൊട്ടിയില്ല, ഡൈവോഴ്സ് ആയാൽ കുപ്പി പൊട്ടിയില്ല, പ്രൊമോഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയില്ല, സസ്പെൻഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയില്ല, മരിച്ചാൽ കുപ്പി പൊട്ടിയില്ല, ജനിച്ചാൽ കുപ്പി പൊട്ടിയില്ല. അപ്പൊ സർവ്വരോഗ സംഹാരി. TV കാണുന്ന ഒരു തന്നെ ഒരു വീട്ടിൽ പ്രശ്നം, അങ്ങോട്ട് 2 കാലേ പോകുന്നു, ഇങ്ങോട്ട് 4 കാലേ വരുന്നു. കട കയറുന്നു, കുപ്പി പൊട്ടിക്കുന്നു, കുടിക്കുന്നു. ഇവിടുത്തെ TVയും സിനിമയും ഒക്കെ നിന്നോട് പറയുന്ന പ്രശ്നം വരുമ്പോൾ കുപ്പി പൊട്ടിക്കാനാണെങ്കിൽ വിശുദ്ധ ബൈബിള് പറയുന്നത്, മുട്ടിന്മേൽ നിന്ന് നീയും നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിൽ ഇറങ്ങി വരും. ഇതൊന്നും നിനക്ക് സമാധാനം തരില്ല. മദ്യപാനം നശിക്കുമാറായി വീഞ്ഞു കുടിക്കാനാ. ലോകം നശിക്കാൻ പോകുകയാണ്. കുട്ടി വർദ്ധിക്കുന്നു. അങ്ങനെ വേദപുസ്തകത്തിൽ നമ്മൾ പഠിച്ചാൽ, നമ്മൾ മുമ്പേ വായിച്ചു, വെറിക്കൂത്ത്, ശയനമോഹം, ദുഷ്കാമം വർദ്ധിക്കുന്നു, ഇരുണ്ട നിഷ്ഫല പ്രവൃത്തികൾ വർദ്ധിക്കുന്നു, മോഷണം, പിടിച്ചുപറി, കൊലപാതകം, വിഗ്രഹാരാധന, ആഭിചാരം, ഇവയെല്ലാം വർദ്ധിക്കുന്നു. ഭീകരമായ ഒരു രാത്രിയിലേക്ക് ലോകം പോകാൻ പോകുകയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കമേ ആയുള്ളൂ. വലിയ വിപത്തിലേക്ക് ലോകം പോകാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാനിവിടെ വന്നത് രാത്രിയെക്കുറിച്ച് പ്രസംഗിക്കാനല്ല, മാത്രമല്ല ഞങ്ങളുടെ പ്രതീക്ഷ ഒരു വലിയ പകലിലേക്കാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഈ ഭീകര രാത്രി വരും മുമ്പ് ഈ സ്തോത്രം പറയുന്ന ഇവിടുന്ന് പോകുമെന്ന് പറയാൻ പോവാ. മക്കളൊന്നും എഴുതില്ലോ, രാത്രി ഇല്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാം, മർദ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമാ. കേടിച്ചോ, രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാം, മർദ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമാം. എണ്ണമില്ലാത്ത വിശ്വസർ പൊൻകൊരു തോലയുമായി ഓർമ്മിക്കും ദൈവത്തിൻ മീതെ സ്വർഗീയ ഗാനത്താൽ. എണ്ണമില്ലാത്ത വിശ്വസർ പൊൻകൊരു തോലയുമായി ഓർമ്മിക്കും ദൈവത്തിൻ മീതെ സ്വർഗീയ ഗാനത്താൽ. യേശു എൻ സങ്കേതം എന്നിത്യ പറയുമേ, ആശ്രയം നാമം ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ, ആശ്രയം നാമം ആ നാമം സുസ്ഥിരമേ. ഓ കണ്ണുകൾക്കിമ്പമായ ഒക്കെയും നശ്വരമേ, മണ്ണിൻ ഭാഗ്യമെല്ലാം മറിമറഞ്ഞിടുമേ.
കൺകൾക്കിമ്പമായ ഒക്കെയും നശ്വരമേ. മണ്ണിൽ ഭാഗ്യമെല്ലാം മറിമറിഞ്ഞിടുവേ. വേദന മാത്രമാണ് ജീവിത നാളുകളിൽ, ബോധങ്ങൾ മാത്രമാണ് സ്വർഗീയ പാടവിൽ. വേദന മാത്രമാണ് ജീവിത നാളുകളിൽ, ബോധങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ. യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം മാത്രം അനാമ സുസ്ഥിരമേ. യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം നാമം അനാമ സുസ്ഥിരമേ. ഓ ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ, ശോകക്കൊടും കാറ്റിലൂടെ ഓടി മറയുന്നു ഞാൻ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലകയാൽ, ശോകക്കൊടും കാറ്റിലൂടെ ഓടി മറയുന്നു ഞാൻ. ഓ ദൂരെ ദൂരെ കാണൂ നിത്യഭവനത്തെ, അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ ഭവനത്തെ വേഗം ഞാനെന്നു ചേരും, അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണൂ നിത്യഭവനത്തെ, വേഗം ഞാനെന്നു ചേരും, അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണൂ നിത്യഭവനത്തെ, വേഗം ഞാനെന്നു ചേരും, അതത്ര ഭാഗ്യമേ. യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം മാത്രം അനാമ സുസ്ഥിരമേ. യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം മാത്രം അനാമ സുസ്ഥിരമേ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ല. ശോകക്കടുങ്കാട്ടിൽ നമ്മൾ ഓടിമറുകയാണ്. ദൂരെ ദൂരെ കാണും നിത്യ ഭവനത്തെ, ഞാൻ വേഗം അവിടെ ചേരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയുടെ സ്വാതന്ത്ര്യം ഉറപ്പ് പ്രാപിക്കണം കേട്ടോ, ഉറപ്പ് പ്രാപിക്കണം, ഉറപ്പ് പ്രാപിക്കണം. പക്ഷെ ഒരു വാക്യോടെ വായിച്ച് നിർത്തുക, സമയം പോകണ്ട. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 16-ാം വാക്യം. യിരെമ്യാ 13:16 വായിച്ചാട്ട്, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറും മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പി. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കേ. അവൻ അന്ധതമസും ഇരുട്ടാകും. രാത്രി വരാൻ പോവാ ഭീകരമായ. ഒന്നുകിൽ മരണത്താൽ നിങ്ങൾ അന്ധകാര സ്ഥലത്തെത്തും, സ്പർശിക്കത്തക്ക ഇരുളുള്ള രാജ്യം. അതാണ് ഇറ്റേണൽ ഡാമിനേഷൻ, ഇറ്റേണൽ ഫയർ, ഇറ്റേണൽ കണ്ടംനേഷൻ. നരകമുണ്ടെന്ന് പറഞ്ഞ യേശു ഇറ്റേണൽ എന്ന് പറഞ്ഞു. നിത്യനരകം, നിത്യശിക്ഷാപതി, തീയും ഗന്ധവും തീപ്പും. 7 കാര്യം യേശു നരകത്തെ കുറിച്ച് പറഞ്ഞു. ഫോർ എവർ. നരകത്തിൽ ഒരാൾ ചെന്നാൽ 70 അല്ല 80 അല്ല 90 അല്ല 100 അല്ല കോടാനുകോടി യുഗം. അതുപോലെ നിത്യത, ഫോർ എവർ. നിത്യതയെ കുറിച്ച് എന്ന് പറഞ്ഞോ, അതായത് പസഫിക് മഹാസമുദ്രത്തിന്റെ തീരത്തുനിന്ന് ഒരു കുഞ്ഞു കിളി അതിന്റെ ചുണ്ടിൽ ഒരു മണ്ണ് കൊത്താവുന്ന മണ്ണുമായി പറന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പറക്കുന്നു. ഈ മണ്ണ് ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഈ മണ്ണും പൊക്കി അപ്പുറത്തേക്ക് പറക്കുന്നു. അങ്ങനെ ഈ ഇപ്പുറത്ത് കിടക്കുന്ന മണ്ണ് അപ്പുറത്തെ കടൽ തീരത്ത് കൊണ്ട് ഈ കിളിയുടെ ചുണ്ടുകൊണ്ട് എത്ര നാൾ ഇടാൻ കഴിയുമോ, അങ്ങനെ ആയാലും നിത്യതയുടെ ഒരു ദിവസം ആകത്തില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കൈ ഉയർത്തി പറയും, ഈ കാലത്തിലെ കഷ്ടങ്ങൾ കെട്ടുതാലി പൊട്ടിച്ചെന്നും തൂക്കാരെന്നും കലക്കവെള്ളത്തെ മുക്കിയെന്നും ഒക്കെ ഞങ്ങളെ വിളിച്ച് പരിഹസിക്കുമ്പം ഞങ്ങൾ സന്തോഷിക്കാൻ കാരണം ഞങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇരുട്ടാകും, ചിന്തിക്കുന്നതിന് മുമ്പ് ഇരുട്ട് വീഴും. അതിന് മുമ്പ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കണം. ഞാൻ വാക്ക് നിർത്തട്ടെ, എനിക്ക് ദൂരെ പോകണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്നു ചിന്തിച്ചവരല്ല. നാളെ നീളെ നിന്റെ രക്ഷാദിവസം മാറ്റിവെക്കരുത്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപാട് വിശുദ്ധി ദൈവത്തെ ആരാധിക്കണം, യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കണം. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ പറക്കും. വില്ലി ഗ്രഹാം എന്ന അഭിഷക്തൻ ദൈവദാസൻ അമേരിക്കയിൽ വലിയ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുമ്പോൾ വലിയ ജനസാവലിയുണ്ട്. ആ ക്രൂസൈഡിൽ ഒരു ക്യാബറേ നർത്തകി ഉണ്ടായിരുന്നു. അവളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവർക്ക് തോന്നി മാനസാന്തരപ്പെടണമെന്ന്. അവൾ യോഗം പിരിയും മുമ്പ് ഡോക്ടർ ബില്ലി ഗ്രാമിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, ഡോക്ടർ ഗ്രഹാം,
ഈ രാത്രിയിലെ ദൂതല്ല എന്നോടായിരുന്നു. എനിക്ക് മാനസാന്തരപ്പെടണമെന്നുണ്ട്, രക്ഷിക്കപ്പെടണമെന്നുണ്ട്, പാപജീവിതത്തോട് ഇവിടെ പറയുന്നുണ്ട്. നോട്ട് നൗ ബട്ട് ലൈറ്റർ, ഇപ്പോഴല്ല, പിന്നെ ഇന്ന് രാത്രി 3 സ്ഥലത്ത് എനിക്ക് ക്യാബറ നടത്തണമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരും, ഇനിയും പ്രോഗ്രാമേക്ക് ഇല്ല, അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ഡോക്ടർ ബിലിയ പറഞ്ഞു, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പം നീ യേശുവിനായി ഹൃദയം കൊടുക്കണം. അവൾ പറഞ്ഞല്ല ഞാൻ പോയിട്ട് വരാം. അവൾ പോയി ബിലിഗ്രാം പ്രോഗ്രാം എല്ലാം നടത്തി ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് താൻ വിശ്രമിക്കുന്ന ഹോട്ടലിലേക്ക് തൻ്റെ ടീമുമായി പോകുമ്പോൾ അമേരിക്കയിലെ തിരക്കേറിയ വീതിയിൽ ഒരാൾക്കൂട്ടം, ആംബുലൻസുകൾ, പോലീസ് വാനുകളെല്ലാം വന്ന് കിടക്കുന്നു. അദ്ദേഹം ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഒരു യുവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ചില മണിക്കൂറുകൾക്ക് മുമ്പ് തന്നോട് സംസാരിച്ചുള്ള ക്യാബറ നടത്തുകയായിരുന്നു. ദൈവം കൊടുത്ത ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഇത്. നിരാത്തി മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവം തരുന്ന ലാസ്റ്റ് ചാൻസ് ഇതായിരിക്കാം. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനായി നിങ്ങൾ ഹൃദയം കൊടുക്കണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. സ്നാനപ്പെട്ടവൻ വേർപാണ്ട് വിശുദ്ധ ദൈവത്തെ ആരാധിക്കും. ഇതാണ് ദൈവവ്യവസ്ഥ. നിങ്ങൾക്ക് റെഡിയാണോ? ഇന്ന് കാഹളം ധ്വനിച്ചാൽ പോകുമോ നിങ്ങൾ? ഇന്ന് രാത്രി 2 കാര്യം എപ്പോഴും പ്രതീക്ഷിക്കണം. 1, നമ്മുടെ കർത്താവിൻ്റെ വരവ്. 2, മരണം. ഏത് നിമിഷവും സംഭവിക്കാം. നിങ്ങൾ റെഡിയാണോ? ഇല്ലെങ്കിൽ ഒരുങ്ങുക.